എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്ക് രാത്രി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴ പെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചപ്പും ചവറൊക്കെ വീണ് ഗാർഡൻ ആകെ വൃത്തികേടാണ്. നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ മഴയില്ലേ? ഇപ്പം നമുക്ക് ഏതാണ് വേനൽക്കാലം ഏതാണ് വർഷക്കാലം എന്നറിയാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി മാർച്ചിലൊക്കെ ഒരു മഴ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ആകെ മഴ മൂടി നിൽക്കുന്ന മാതിരിയാണ് അന്തരീക്ഷം. എന്താണെന്ന് അറിയില്ല ഈ മാറ്റത്തിൻ്റെയൊക്കെ കാരണം. എന്തായാലും ഞാൻ ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നിറച്ച് ബോഗൻവില്ലയുടെ പൂക്കളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുൽത്തകിടി എന്ന് പറയുന്നത് നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോൾ, നല്ല പച്ചപ്പിൽ കിടക്കുമ്പോഴാണ് അത് കാണാൻ നല്ല ഭംഗിയാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മൊത്തത്തിലൊരു ക്ലീനിങ് ആണ് കേട്ടോ. എൻ്റെ ഗാർഡനിലാണെങ്കിൽ ഒരു 9 മണിയാകുമ്പോഴേക്കും നല്ല വെയിലാണ്. നല്ല വെയിലുള്ളത് കൊണ്ടാണ് ചെടികളൊക്കെ ഭംഗിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 9 മണി കഴിയുമ്പോഴേക്കും ഇവിടുത്തെ പണികൾ കഴിഞ്ഞ് ഇറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഇപ്പോഴത്തെ വെയിലൊക്കെ കൊള്ളുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തലയിൽ കറുപ്പിടുന്നതും അലർജിയാണ്. അതുപോലെ തന്നെ കറുപ്പിട്ടിട്ടോ അല്ലെങ്കിൽ എണ്ണ ഇട്ടിട്ടൊക്കെ നമ്മൾ വെയിലത്ത് വരുമ്പോൾ വിയർപ്പ് മുഖത്ത് വരുമ്പോൾ മുഖത്തൊക്കെ ഒരുതരം കരിവാളിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡൈയൊക്കെ നിർത്തി ഇപ്പോൾ എണ്ണയാണ് വല്ലപ്പോഴും ഉപയോഗിക്കുന്നത്. എണ്ണയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം നാച്ചുറൽ എണ്ണയൊന്നല്ല കിട്ടണേ, അവരതിലും എന്തൊക്കെയോ ഡൈയാണ് ചേർക്കുന്നത്. അപ്പോൾ മായ ഉള്ളത് കൊണ്ട് തന്നെ എന്തോ സ്കിൻ സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുഖത്തൊക്കെ ഒരു കരിവാളിപ്പ് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് വെയിലത്ത് അധികം നേരം നിൽക്കാൻ. എന്നെപ്പോലെ കറുപ്പിടുമ്പോൾ അലർജി ഉള്ളവർ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്കാണെങ്കിൽ മകൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് കംപ്ലീറ്റ് മുഖം മുഴുവൻ കരിവാളിച്ചത്. പക്ഷെ ഞാൻ എന്താ പറയുക, അത്രയ്ക്കധികമൊന്നും അതിനെ ബോധർ ചെയ്തില്ല. ഞാൻ അതിനെ വിട്ടു. പക്ഷേ വേറെ വല്ലവർക്കൊക്കെ ആയിരുന്നെങ്കിൽ അത് ഭയങ്കര വിഷമമായി. എന്നെ മുഖം മുഴുവൻ കരിവാളിച്ച മാതിരിയായി. എന്നാൽ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. കുറച്ച് 1-2 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും മാറുമെന്ന് വിചാരിക്കാം. സ്കിന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡോക്ടർമാരെയൊക്കെ കാണുമ്പോഴും അവർ പറയുന്നത് ഡൈ ചെയ്യുന്നതിൻ്റെ അലർജിയാണെന്നാണ് പറയുന്നത്. നരച്ച് നടക്കാമെന്ന് വിചാരിച്ചാലും അതെ, എല്ലാവരും അപ്പം അയ്യോ എന്ത് പറ്റിയെന്നൊക്കെ നമ്മളോട് പറയും. അപ്പം അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഹെന്നയിലാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തിയാക്കുന്ന ഈ ചപ്പുചവറുകൾ ഞാൻ അവിടുത്തെ ചട്ടിയിൽ തന്നെയാണ് ഇടുക. അപ്പോൾ ആ ചെടികൾക്കും അതൊരു വളമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുട്ടികളുടെയൊക്കെ പരീക്ഷ തുടങ്ങാറായില്ലേ? എല്ലാ അമ്മമാരും ടെൻഷനിലായിരിക്കും അല്ലേ? 10ാം ക്ലാസ് പരീക്ഷ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ ആനുവൽ പരീക്ഷയൊക്കെ ആയിട്ട് ടെൻഷനായിരിക്കും. പിള്ളേർക്കാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് പുസ്തകം തൊട്ട് തുറന്നിരിക്കുക എന്നല്ലാണ്ട് അതിലേക്ക് യാതൊരു ശ്രദ്ധയില്ല കേട്ടോ. ഞാൻ കൂടുതലായിട്ടും എനിക്ക് ആൺപിള്ളേർക്കാണ് അത് തോന്നിയിരിക്കുന്നത്. പെൺപിള്ളേർ പിന്നെയും പുസ്തകത്തിൽ ശ്രദ്ധിക്കുന്നതാണ്. ആൺപിള്ളേർ പുസ്തകം തുറന്നു വെച്ച് ദിവാസ്വപ്നം കാണുന്ന കുട്ടികളാണ്. അതായത് ഒരു ശ്രദ്ധയില്ല, എന്താണ് പഠിക്കണേ എന്താണെന്നുള്ള എനിക്ക് വേണമെന്നുള്ള യാതൊരു ചിന്തയില്ല. കുറച്ച് 1-2 പേർക്കൊക്കെ അങ്ങനെയുള്ള ചിന്തയുണ്ട്. ബാക്കി ആർക്കും ഒരു ചിന്തയില്ല. എന്താ പറയുക, ഇങ്ങനെ പൊങ്ങുതടി പോലെ പോകണു എവിടെയെങ്കിലും എത്താന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതായത് ഒരു 3ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇന്ന് 10ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് പോലും ആ ടേബിൾ കറക്റ്റായിട്ട് അറിയില്ല. നമ്മുടെയൊക്കെ കാലത്ത് ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ദിവസവും നമ്മുടെ സ്ലേറ്റിൽ എന്നും എഴുതിക്കൊണ്ട് പോകണമല്ലേ. അതപ്പം നല്ല ബൈ ഹാർട്ടായിരിക്കുന്നു. ഏത് ഉറക്കത്തിൽ നമ്മളോട് ചോദിച്ചാലും നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് എത്ര പ്രാവശ്യം പഠിക്കാൻ പറഞ്ഞാലും ഓരോ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ടേബിൾ ഒന്നും കൂടി പഠിക്കേട്ടാന്ന് പറയും. അപ്പോൾ ഒന്ന് പഠിക്കും. പക്ഷെ പിന്നീട് ആദ്യം ചേച്ചി ഇതെത്രയാന്ന് ചോദിക്കുക എന്നോട്. ഇടയ്ക്ക് വലിയ കുട്ടികളാണ് ചോദിക്കുക. 9ഉം 10ൽ പഠിക്കുന്ന പിള്ളേർ വരെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടാതെ ഇടയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒന്നും ഇന്ന് തലയിൽ തങ്ങി നിൽക്കുന്നില്ല ഈ മൊബൈൽ കാരണം. അവർ ഈ റീൽസ് മാറി മാറി കാണുന്നത് പോലെ അവരുടെ മനസ്സിൽ ഒന്നും തങ്ങി നിൽക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഇനി ഗവൺമെൻറ് തന്നെ തീരുമാനിക്കണം ഇത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ പാടില്ല എന്ന് വല്ല നിയമമൊക്കെ വരണം. എന്നാലേ നമ്മുടെ പിള്ളേരൊക്കെ നേരെയാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികളെ ഈ ഹിസ്റ്ററിയും ഇതൊക്കെ കൂടുതലായിട്ടൊക്കെ പഠിക്കണം. എന്നാലും നമ്മുടെ വീട്ടിലെ ഒരു ഫ്യൂസ് കെട്ടുന്നത് എങ്ങനെയാണ്, ഒരു ആണി അടിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ എന്തെങ്കിലും ചെറിയ പണി എങ്ങനെയാണ്, അതായത് അത്യാവശ്യമുള്ള ഒരു കാര്യം ഒരു പെയിൻ്റ് അടിക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അല്ലേ. അവർക്ക് ഒരു സെപ്പറേറ്റ് ഒരു പീരീഡ് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഇത്ര മണിക്കൂർ എന്നുള്ള രീതിയിൽ അവരെ എന്താ പറയുക, ഒരു
വീട് നോക്കേണ്ട രീതിയിലേക്ക് അവരെ വളർത്തിയെടുക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യണം. അതുപോലെ തന്നെ അവർക്കൊരു കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കൊടുക്കണം. ഒരു ബ്രെഡ് പാക്കിങ്ങോ അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് തന്നെ ഒരു കുഞ്ഞു വരുമാനം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക. അത് അവരുടെ പഠനത്തിന് അവർക്ക് തന്നെ പഠിക്കാൻ പറ്റുക. അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ നമ്മുടെ ഇത് മാറിയെങ്കിലാണ് ഇനി വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പാരൻസിൻ്റെ രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ പാരൻസ് ഇവരുടെ ഭാരം മുഴുവൻ ഏറ്റെടുത്തിട്ട് പാവം പാരൻസ് 50, 60, 70 വയസ്സിലൊക്കെ ഇവരെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷുകാരുടെ കൾച്ചർ ഏറ്റെടുത്ത് കഴിഞ്ഞു. പക്ഷേ അവരുടെ പോലെ നമ്മളായിട്ടുമില്ല. അവിടെയൊക്കെ 10-15 വയസ്സ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, കുട്ടികളൊക്കെ തന്നെ അവരവരുടെ കാര്യം നോക്കണം. നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം ഉണ്ടേനും എന്നാൽ നമ്മളെ അനുസരിക്കില്ല. നമ്മൾ എന്താ പറയുക, 10-35-30 വയസ്സ് വരെ നമ്മുടെ പിള്ളേരെ നോക്കേണ്ട ഗതികേടിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറണം. അത് എഡ്യൂക്കേഷൻ ലെവലിൽ നിന്ന് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം. പുതിയ വരുന്ന ഗവൺമെൻറ് അതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമിക്കുന്നു നമുക്ക് കരുതാം അല്ലേ. പറഞ്ഞ് കാട് കയറിയില്ലേ. അപ്പം ഞാൻ പുല്ലൊക്കെ വെട്ടി ടൈലിലുള്ള വേസ്റ്റൊക്കെ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. ഈ വൃത്തിയാക്കൽ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. നമ്മൾ ഇതൊക്കെ വെട്ടി ഒതുക്കി നല്ല വൃത്തിയാക്കിയ ഗാർഡൻ കാണുമ്പോൾ ഭയങ്കര സംതൃപ്തിയാണ്. ഇത് ഞാനന്ന് ബോഗൻവില്ല ആർച്ച് പോലെ വെച്ചതാണ്. ഇങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഓരോ കൊമ്പിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ പുതിയ മുകുളങ്ങൾ ഉണ്ടായിട്ട് അതിലൊക്കെ നിറച്ച് പൂവാവുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഒരേപോലത്തെ ഉള്ള 2 ബോഗൻവില്ലകൾ 2 സൈഡിലും വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ആർച്ചുണ്ടാക്കാം. അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വീട്ടിലെ മൊത്തത്തിൽ നമുക്ക് നല്ല ബോഗൻവില്ല പൂക്കൾ കൊണ്ട് നിറയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നിങ്ങളോടൊക്കെ ഒരുപാട് താങ്ക് യു ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും താങ്ക് യു.